ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഇവാനിയ മോളുടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു സ്പെഷ്യൽ ഉമ്മയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കള് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് പെട്ടെന്ന് ഇങ്ങനെ കവളത്തൊക്കെ ഉമ്മ വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെ എല്ലാ അമ്മമാർക്കും കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണ്. അപ്പോൾ ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൽ. ഒരു 7 വർഷമായി നമ്മൾ സ്വന്തം വീട്ടിൽ ഒരു ബർത്ത്ഡേ ആഘോഷം നടത്തിയിട്ട്. അമ്മ മരിച്ചതിന് ശേഷം അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാനൊന്നും എനിക്ക് തോന്നാറില്ല. പിന്നെ ഇപ്പോൾ ഇവാനിയ മോൾക്ക് ഈ കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും അവൾക്ക് കേക്ക് കട്ട് ചെയ്ത് ഷെയർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കേക്കൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിൽ അപ്പച്ചൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കുറേ നാളത്തിന് ശേഷമാണ് ഈ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. നല്ല അടിപൊളി മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. കറണ്ടും പോയി. ഇനി കറണ്ട് വരുന്നതുവരെ വെയിറ്റ് ചെയ്യണില്ല. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അതുകൊണ്ടാണ് വീടിൻ്റെ അകത്ത് ലൈറ്റ് കുറവുള്ളത് കേട്ടോ. നമ്മൾ വാങ്ങിയത് ഏറ്റവും സിമ്പിളായിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ ആ കേക്കൊക്കെ കട്ട് ചെയ്തു, ഞങ്ങളത് കഴിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ കേക്ക് നമ്മൾ തയ്യാറാക്കാറാണ് പതിവ്. ഈ പ്രാവശ്യം ഞാൻ വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ ഈ പ്രാവശ്യം കേക്ക് സ്വന്തം വീട്ടിലാണല്ലോ കൊണ്ടുവന്ന് കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ തിരിച്ച് സോണിയേട്ടൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ സോണിയേട്ടനും മമ്മിക്കും ഇവാനിയ മോൾക്കുള്ള കേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഫിഷ് ബിരിയാണി ആയിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫിഷ് ബിരിയാണി ആണ്. വീഡിയോയുടെ എൻഡിങ്ങിൽ നമ്മളിത് തയ്യാറാക്കുന്ന വീഡിയോയുടെ കൊടുക്കാം. നത്തോലി ബിരിയാണിയാണ്, ഭയങ്കര ടേസ്റ്റായിരുന്നു. ദം ബിരിയാണി പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു തവണയെങ്കിലും എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ. സോണിയേട്ടൻ്റെ മമ്മിക്കുള്ള ബിരിയാണി ഞാൻ വീട്ടിൽ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ബിരിയാണിയാണ് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ പായസം ഈ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള പായസം തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോയുടെ എൻഡിങ്ങിൽ നമ്മുടെ ബിരിയാണി അങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.